സേ നോ ടു റാഗിംഗ് അത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഒരു കലാലയത്തിലും റാഗിംഗ് അനുവദനീയമല്ല എന്നത് ശ്രദ്ധിക്കുക. ഈ അടുത്ത കാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ റാഗിംഗ് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റേതായിരുന്നു. തൂങ്ങിമരണത്തിന് പിന്നിലെ ക്രൂരതയുടെ വിവരങ്ങൾ പുറത്തു വന്നതോടെയാണ് അന്വേഷണം CBIക്ക് കൈമാറിയത്. സിദ്ധാർത്ഥൻ മരിച്ച് 1 വർഷമാകുമ്പോഴും തീരാവേദനയിലാണ് കുടുംബം. അവരിതിങ്ങനെ കൊടുത്തു, ജാമ്യം കൊടുത്തു, അല്ലെങ്കിൽ കുട്ടികൾ വീണ്ടും കയറി. അങ്ങനെ കയറിയുകൊണ്ടാണ് വീണ്ടും റാഗ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവും. മാതാപിതാക്കൾക്കെല്ലാം പേടിയായി തുടങ്ങിയിരിക്കുന്നത്. ഡോക്ടർ എന്ന സ്വപ്നവുമായി പൂക്കോട് വെറ്റിനറി കോളേജിലേക്ക് പോയ സിദ്ധാർത്ഥൻ കഴിഞ്ഞ വർഷം ഇതേ മാസം 18-ാം തീയതിയാണ് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അന്വേഷണത്തിനൊടുവിലാണ് സിദ്ധാർത്ഥൻ സീനിയർ വിദ്യാർത്ഥികളിൽ നിന്ന് ക്രൂരമായ മർദ്ദനത്തിനിരയായതായി കണ്ടെത്തിയത്. ലെതർ ബെൽറ്റ്, കേബിൾ വയർ തുടങ്ങിയവയെല്ലാം ഉപയോഗിച്ച് മർദ്ദിച്ചു. വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറിയെന്നാരോപിച്ച് കുറ്റവിചാരണ നടത്തി അടിവസ്ത്രം മാത്രം ധരിപ്പിച്ചായിരുന്നു മർദ്ദനമെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. പ്രതികളെ പിടിച്ചു. കേസ് CBIയും ഏറ്റെടുത്തു. പക്ഷേ സിദ്ധാർത്ഥനുണ്ടായ അനുഭവങ്ങൾ മറ്റു കോളേജുകളിലും തുടരുകയാണ്. ഒരു കൊലപാതകം ചെയ്തിട്ട് പോലും ആ കുട്ടികൾ ധൈര്യമായിട്ട് ഒരു കുഴപ്പമില്ലാതെ വീണ്ടും പഠിക്കാൻ കയറി. കോടതി വിധി ഉണ്ടായി. അപ്പോൾ പിന്നെ എനിക്ക് ധൈര്യമായിട്ട് റാഗ് ചെയ്യാം എന്നുള്ള ഒരു ധൈര്യം അവർക്ക് കിട്ടി. പ്രത്യേകിച്ചൊരു കൊലപാതകം തന്നെ നടന്നിട്ട്, വെറും റാഗിംഗ് അല്ല. സിദ്ധാർത്ഥന്റെ മരണം ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല കുടുംബത്തിന്. കോളേജ് ഹോസ്റ്റൽ എന്ന് കേൾക്കുമ്പോൾ ഭയക്കും. അന്നത്തെ ആ പ്രതികൾക്ക് കൊടുക്കേണ്ട ആ ശിക്ഷ അത് അത്രയും കഠിനമായിരുന്നുവെങ്കിൽ ഒന്ന് പേടിക്കുമായിരുന്നു. പ്രതികളുടെ മാനസിക സ്ഥിതി നോക്കാം. ആ കുടുംബത്തിൻ്റെയോ ഇതിന് കരുവായ കുട്ടിയുടെയോ ജീവിതവും അതൊന്നും ആർക്കും. സിദ്ധാർത്ഥനുണ്ടായ അനുഭവങ്ങൾ ഇനി ഒരു കുട്ടിക്കും ഉണ്ടാകരുതെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. റാഗിംഗ് ചെയ്യാൻ തോന്നുന്നവന് ഭയമുണ്ടാക്കുന്ന രീതിയിലുള്ള നടപടികൾ ഉണ്ടായേ മതിയാകും. അല്ലെങ്കിൽ ഇത് പിന്നെയും ആവർത്തിക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.